ഓരോ പ്രാവശ്യം ഫ്ലഷ് സമയത്ത് നല്ല സ്മെല്ല് കളയാൻ, പ്രത്യേകിച്ച് ദുർഗന്ധമൊക്കെ മാറി നല്ല സ്മെല്ല് ക്ലോസറ്റിൽ കളയാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനായി വേണ്ടത് നമുക്ക് കംഫർട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ലിക്വിഡുമാണ് വേണ്ടത്. അപ്പൊ ഞാനൊരു അല്പം കംഫർട്ടാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി കംഫർട്ടിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനത് ഈ ബോട്ടിലേക്ക് ഞാനാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംഫർട്ടും ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഉണ്ടാകുന്നത്. കംഫർട്ടിൽ അത് കംഫർട്ട് നല്ല ഏത് തരം ഫ്രാഗ്രൻസ് ആയാലും നമുക്ക് ചൂടുവെള്ളം മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാകും. ഇത് നമുക്ക് റൂം ഫ്രഷ്നർ ആയിട്ടൊക്കെ സാധാരണ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് സ്പ്രേ ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തവണ നമുക്ക് ക്ലോസറ്റിലാണ് പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലോസറ്റിൽ പരീക്ഷിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഇതിലേക്ക് ഒരു മൂടി വെച്ച് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് മൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ വെച്ച് നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. കുറച്ച് ഹോൾസ് നമ്മൾ ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ വെച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ മൂടി ഉണ്ടെങ്കിൽ മൂടി ജസ്റ്റ് ഒന്ന് ഓട്ടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ മൂടി ഓട്ടാക്കുന്നതിന് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഹോൾസ് ഇട്ടതിന് ശേഷം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കിതാ നമ്മുടെ റബ്ബർ ബാൻഡ് കൂടി നമുക്കൊന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. ഞാൻ റബ്ബർ ബാൻഡ് അടക്കം വെച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഈ ഫ്ലാഷ് ബാഗിന്റെ ഇവിടെയായി നമുക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കാം കേട്ടോ. കമഴ്ത്തിയിൽ വെച്ച് കൊടുക്കാം. അവിടെ നൂലിട്ടിട്ട് പുറത്തേക്കാക്കുന്ന വിധത്തിൽ കെട്ടിവെച്ച് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നൂലിടുന്നത് പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊടുക്കുക, നിങ്ങൾ കണ്ടത് ഇതുപോലെ ഇറ്റി വരും. അപ്പൊ നമ്മുടെ ഓരോ ഫ്ലഷിന് ശേഷവും നമ്മുടെ ക്ലോസറ്റിൽ നല്ല സുഗന്ധം ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒന്നുകിൽ ഇതുപോലെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിത് നൂലിട്ട് പുറത്തേക്ക് വിധത്തിൽ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഓരോ പ്രാവശ്യം നമ്മുടെ ഫ്ലഷ് ഇടുന്ന സമയത്തും നമ്മുടെ ക്ലോസറ്റിൽ ദുർഗന്ധം ഉണ്ടാവില്ല, നല്ല സ്മെൽ തന്നെ ഉണ്ടാവും. ഈ ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ.